നമ്മൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനാകണം. മറ്റുള്ളവരുടെ മനസ്സിന്റെ വേദനകള്, പ്രയാസങ്ങള് മനസ്സിലാക്കി അവനറിയാതെ അവനെ സഹായിക്കുന്നവനായി മാറണം. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ ക്വാളിഫിക്കേഷനാണ്. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് നമ്മൾ ആനന്ദം കാണുന്നുണ്ട്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആനന്ദം കാണേണ്ടത് ഏറ്റവും കൂടുതൽ ഏതിലാണെന്നറിയുമോ? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കുന്നതിൽ അവൻ ആനന്ദം കാണണം. നന്മയായ കാര്യങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിലും അവൻ എന്താണ്? അതിലും ഒരു നന്മ ചെയ്യുന്നതിലും അവനൊരു ആകാംക്ഷത കാണണം. അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യുന്നതിലും എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലും അവൻ സന്തോഷം, ആനന്ദം കാണണം. ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുന്നതിലും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരോട് പെരുമാറുന്നതിലും അവൻ ആനന്ദം, സന്തോഷം കാണണം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് നിന്നിലുള്ളതെല്ലാം നിന്റെ സഹോദരനിലും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കണം. അതുകൊണ്ടല്ലയോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, عن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه قال لا يؤمن أحدكم. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഖാല ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ ആരും തന്നെ യഥാർത്ഥ പൂർണ്ണനായ ഒരു മുഅ്മിനായ മനുഷ്യനാവുകയില്ല. നിങ്ങളാരും യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ ഇവിടുന്ന് പറയുകയാ. തെറ്റിദ്ധരിക്കല്ലേ മുസ്ലിമേ, തെറ്റിദ്ധരിക്കല്ലേ മുഅ്മിനേ. ഈ പറയുന്നത് മുഴുവനും ഒന്ന് നീ കേൾക്കണേ. അള്ളാന്റെ റസൂല് പറയുകയാ, ലാ യുഅ്മിനു അഹദുകും, നിങ്ങൾ ആരും പൂർണ്ണ വിശ്വാസികളാവുകയില്ല. ഹത്താ, ഏതുവരെ എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ ഇഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ സഹോദരനിലും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കാത്തടത്തോളം, നീ ആഗ്രഹിക്കാത്ത പക്ഷം ലാ യുഅ്മിനു അഹദുകും, നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂല് പറയുകയാ, ലാ യുഅ്മിനു അഹദുകും, നിങ്ങൾ ആരും പൂർണ്ണ വിശ്വാസികളാവുകയില്ല. എങ്ങനെ? ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, നീ ഇഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ സഹോദരനിലും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കാത്ത പക്ഷം നീ യഥാർത്ഥ വിശ്വാസിയല്ല, നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഇന്ന് നിനക്ക് ജീവിക്കാൻ കുറെ രസകരമായ, ആനന്ദകരമായിട്ടുള്ള
അതായത് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുണ്ട്. വീട് നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട് ജീവിക്കാൻ. ഇതെല്ലാം നിന്റെ സഹോദരനിലും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കണം. ആഗ്രഹിക്കാത്തിടത്തോളം കാലം നീ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും പൂർണ്ണ വിശ്വാസികളാവുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം, ഉള്ളുകൊണ്ട് ചിന്തിക്കണം. ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥ വിശ്വാസികളാണോ, യഥാർത്ഥ മുഅ്മിനീങ്ങളാണോ എന്ന് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കൽബില് കൈവച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു പാവപ്പെട്ടവൻ നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാല് അവനെ ആട്ടി ഓടിക്കുന്ന കാലമല്ലേ ഇന്ന്. ഒരു പാവപ്പെട്ട ഒരു യാചകനായ ഒരു മനുഷ്യൻ നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ അവന് നിവൃത്തികേട് കൊണ്ടല്ലേ അവൻ അങ്ങനെ വന്നത്. ഒരു പണക്കാരനെ അള്ളാഹു പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുവോ? എങ്ങനാ? നിന്റെ മുമ്പിലേക്ക് അള്ളാഹു പാവപ്പെട്ടവനെ കൊണ്ടുതരും. നിനക്ക് നിന്റെ കയ്യിൽ തന്ന സമ്പത്ത് മുഴുവനും നിന്റേതാണെന്ന് നീ വിചാരിച്ചോ? ആ ചോദിച്ചവന്റെ ആണോ നിന്റെ കയ്യിലും കൂടെ അള്ളാഹ് തന്നത്? നിന്നിലൂടെ അള്ളാഹു അത് ചെയ്യിക്കുന്നതാണ്. നീ കൊടുത്തു വീട്ടേണ്ടത് നീ കൊടുത്തു വീട്ടണം. ഇല്ലാത്ത പക്ഷം ലാ യുഅ്മിനു അഹദുക്കും, നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ചില ആളുകളുണ്ട്, എങ്ങനെയാണെന്നറിയോ? ഒരുമിച്ചിരുന്ന് കച്ചവടം കൂടും, ഷെയർ ഇട്ട് ഇങ്ങനെ കച്ചവടം തുടങ്ങിയിട്ട് എന്താണ് ഷെയർ ഇട്ട് കച്ചവടം തുടങ്ങിയിട്ട് ഈ കൂടെ നിന്നവനെ ചതിച്ചിട്ട് അവന്റെയും കൂടെ വശത്താക്കിയിട്ട് അവന്റെയും കൂടെ കാര്യങ്ങള് ഇവൻ കൈവശത്താക്കിയിട്ട് ഇവൻ വലിയ കോടീശ്വരനാകും. അങ്ങനെ ചെയ്തുവെന്നല്ല പറയുന്ന, അങ്ങനത്തെ ചിന്താഗതിയുള്ളവരുണ്ടോ? അങ്ങനെ ചെയ്തവരുണ്ടോ? ലാ യുഅ്മിനു അഹദുക്കും, നീ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, നമ്മുടെ അയൽവക്കത്തെ ഒരാള് അതായത് പട്ടിണി കിടക്കുകയാണ്, നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുകയാണ്. ലാ യുഅ്മിനു അഹദുക്കും, നീ യഥാർത്ഥ വിശ്വാസിയല്ല. മറ്റൊരു ഹദീസിൽ കാണാം, നീ എന്നിൽപ്പെട്ടവനല്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതായി. അതുകൊണ്ട് തന്നെ എന്താണ്, ഇനി ഒരു അയൽവക്കത്തക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു വരുമ്പോൾ അവൻ അള്ളാഹു എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം അള്ളാഹു നൽകി, അല്ലെങ്കിലോ അവന്റെ മക്കളെ അള്ളാഹു ഒന്ന് ഉയർത്താൻ നോക്കിയാൽ എൻ്റെ മോൻ അങ്ങനെ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് അവന്റെ മോന് നശിക്കണം, എൻ്റെ അയൽവക്കക്കാരന് നശിക്കണം. എനിക്കല്ലെങ്കിൽ സമ്പത്തുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് മണിമാളികയുണ്ട്, എൻ്റെ അയൽവക്കക്കാരന് വരാൻ പാടില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് വരാൻ പാടില്ല എന്നൊരു ചിന്താഗതി നിന്റെ മനസ്സിൽ വരുന്നുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായി മാറണം. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ ആണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, ഈ ദീനിനെ തള്ളിക്കളയുന്നവന്, ഈ ദീനിനെ പൊളിച്ചു കളയുന്നവന്, ഈ ദീനിനെ നശിപ്പിച്ചു കളയുന്നവൻ ആരാണെന്നറിയുമോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥ മക്കളെ അവഹേളിക്കുന്നവനാ, പാവപ്പെട്ട മക്കളെ അവഹേളിക്കുന്നവനാ, അനാഥ മക്കളുടെ സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നവനാണ്. ഈ ദീനിനെ നശിപ്പിച്ചു കളയുന്നവനെന്ന്
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ സൂറത്തൊന്ന് പാരായണം ചെയ്ത് അവസാനം വരെ പോകുമ്പോ നമുക്ക് കാണാം പ്രിയമുള്ളവരെ, ഓരാനും സമയമില്ല, വേറെ വിഷയത്തിലേക്ക് നമുക്ക് പോകണം. പരോപകാരം തടയുന്നവനാണോ? പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുക്കുന്നതിന് നീ തടയുന്നവനാണോ? അതാ ഒരു ഒരു മനുഷ്യന് അതായത് അവന്റെ മനസ്സിൽ തോന്നിയിട്ട് അവനൊരു സക്കാത്ത് കൊടുക്കാൻ പോവുകയാ, അല്ലെങ്കിൽ സദഖ കൊടുക്കാൻ പോവുകയാ, അവനെ നീ ഒരു പക്ഷെ തടയുകയാ, അവന് കൊടുക്കണ്ട, അവന് നീ ഒന്നും കൊടുക്കരുതേ. ഇങ്ങനെയൊക്കെ സക്കാത്ത് കൊടുത്ത് സദഖ ചെയ്തിട്ട് നിനക്കെന്ത് പ്രയോജനമാ ഉള്ളതെന്ന് പറഞ്ഞ് ചെയ്യുന്നവനെയും കൂടെ ചെയ്യിപ്പിക്കാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അവന്മാരെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഈ ദീനിനെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്നവൻ അവൻ തന്നെയാണെന്ന് അള്ളാന്റെ റസൂലിനോട് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാ. അവനാണ് എന്തേ ദീനിനെ പൊളിച്ചു കളയുന്നവൻ, നശിപ്പിച്ചു കളയുന്നവനെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. എന്താണെന്നറിയുമോ?